ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. റെഡ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. വീണ്ടും നമുക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഓരോ പീസുകളും വെച്ച് നമുക്ക് പൂക്കളുടെ ഇതളുകൾ ചെയ്തെടുക്കണം. നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്ന ഇതുപോലത്തെ 4 പീസുകൾ വെച്ചാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഫ്ലവറിന്റെ ഇതള് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയാണ് ഓരോ ഇതളുകളും ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒരു ഇതള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 പീസുകളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ്. ഇതിന്റെ അറ്റം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് അതിൽ വെച്ച് നൂലുകൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതളുകളും അതിന് ചുറ്റുമായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കണം. വളരെ സിമ്പിളായി പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം. നിങ്ങളുടെ ഫാമിലി ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പൊ നമ്മൾ അതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസൊക്കെ ചുറ്റി കൊടുത്ത് ഇതുപോലെ കുറെ പൂക്കൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളതിൽ 3 പൂക്കൾ വീതം വെച്ച് അതിന്റെ തണ്ടുകൾ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറുകൾ വെച്ചാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം കൂടെ നമ്മളൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാ പൂക്കളും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഓരോ പൂക്കളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പീസ് നിവർത്തി കൊടുത്തതിന് ശേഷം ചുരുക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിന്റെ ഇവിടെ ആയിട്ട് നൂല് വെച്ച് കെട്ടിക്കൊടുത്തു. ഇതുപോലെ തന്നെ വേറെ 2 എണ്ണം കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമുക്കിത് പൂക്കൾക്ക് ചുറ്റും വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളതിൽ വെച്ച് കെട്ടിക്കൊടുത്ത് നൂല് കാണാതിരിക്കാൻ വേണ്ടി അതിന് മുകളിലായിട്ട് നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂക്കൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തു. അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള തെർമോകോൾ പീസിന്റെ മുകളിലായിട്ട് നമ്മളൊന്ന് പെയിന്റും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇനി പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുന്നവരൊന്നും വെറുതെ കളയരുത്. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.